തോന്നുന്നു റിയാസ് അതേക്കുറിച്ച് ജോസഫിന് കൂടുതലായിട്ട് പറയാനുണ്ട്. കാരണം ജോസഫ് ഈ ദൗത്യത്തിനൊപ്പം കൂടെ നിന്ന ഒരാളാണ്. കഴിഞ്ഞ 75 ദിവസത്തോളം ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ്. ജോസഫ് ചേരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ടി സിദ്ദിഖ് MLA സൂചിപ്പിച്ചത് ഈ സതീഷ് കൃഷ്ണ സെയിലിന്റെ ഇടപെടലിനെ കുറിച്ചാണ്. ജോസഫ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ സതീഷ് കൃഷ്ണ സെയിൽ വഹിച്ച ഒരു സുപ്രധാന പങ്കാണ് ഈ ദൗത്യത്തെ വിജയത്തിൽ എത്തിച്ചതെന്ന് പറയാം. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ലോറി കാണാതായപ്പോൾ സതീഷ് കൃഷ്ണ സെയിൽ ഇടപെട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ലോറി ഈ കരയോട് ചേരുന്ന ഭാഗത്തില്ല, ഈ പുഴയിലാണ് ലോറി ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പുഴയിലാണ് ലോറി എങ്കിൽ ഇത്തരത്തിൽ ജീവനോടെ ഇരിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. അഥവാ കരയിലുണ്ടെങ്കിൽ ജീവനോടെ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ എത്തിക്കാമെന്ന ഒരു ഉറപ്പായിരുന്നു ആ ഘട്ടങ്ങളിൽ അദ്ദേഹം നൽകിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് നിരോധനാജ്ഞ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ ആ പ്രദേശത്തേക്ക് എത്തിച്ച് ഇത്തരത്തിൽ ഈ ദുരന്തത്തിന്റെ ഭീതി മനസ്സിലാക്കി കൊടുത്തു. ഗംഗാവാലി പുഴ കലങ്ങി മറിയുന്നതും അതിശക്തമായ മഴ പെയ്യുന്നതും ഈ മലമുകളിൽ നിന്നും ശക്തമായ നീർച്ചാലുകൾ രൂപപ്പെടുന്നതും മാധ്യമ പ്രവർത്തകരെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ആ ഒരു ഭാഗത്തു നിന്ന് സുരക്ഷിതം അല്ലാതെ വേണം ഇത്തരത്തിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാൻ എന്നത് അദ്ദേഹം ബോധ്യപ്പെടുത്തി തന്നു. പിന്നീട് നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ഒന്നൊന്നായി അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു. അതായത് ആദ്യഘട്ടം മുതൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഇലക്ഷൻ കാലത്ത് പോലും ഇത്രയേറെ പ്രവർത്തിച്ചിട്ടില്ല, അതുപോലെ സമാനതകളില്ലാത്തൊരു ദൗത്യമാണ് അർജുന് വേണ്ടി നടത്തിയതെന്ന്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചതും ഞാൻ മനസ്സിലാക്കിയതും, അദ്ദേഹം ഈ ഖനി വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഈ ഖനിയിൽ നിന്ന് മണ്ണ് നീക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധനങ്ങൾ കുഴിച്ചെടുക്കുന്നത് പോലെ ഉള്ള അദ്ദേഹത്തിന്റെ അറിവ്, അതായത് ഒരു യന്ത്ര സാമഗ്രിയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായി ആ ഒരു യന്ത്ര സാമഗ്രിയെ കുറിച്ച് പറയാനും അത് എവിടെയുണ്ടെന്ന് കണ്ടെത്താനും അത് എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും മറ്റാരുടെയും സഹായം വേണ്ട, മറ്റൊരാളുടെ ഒപ്പീനിയൻ പോലും എടുക്കേണ്ട ആവശ്യം സതീഷ് കൃഷ്ണ സെയിലിനില്ല. അതായത് ബൂം എക്സ്കവേറ്ററുകൾ പോലെയുള്ള സാധനങ്ങൾ അദ്ദേഹം സ്വന്തം റിസ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഖനിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അത് ഒഫീഷ്യലായി നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അങ്ങനെ പലവിധ യന്ത്ര സാമഗ്രികൾ അദ്ദേഹം എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ മലയിൽ ഈ കരയോട് ചേരുന്ന ഭാഗത്ത് ഈ ദൗത്യം ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിന്റെ അളവ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് 30 മെട്രിക് ടൺ മണ്ണ് ഇവിടെയുണ്ട്, ഇത് നീക്കം ചെയ്യാൻ ഇത്ര JCB ഉപയോഗിച്ചാൽ ഇത്ര ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള ഒരു അറിവ്, ഇതെല്ലാം ഈ ദൗത്യത്തിന് സഹായകരമായി. പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അത് നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അർജുന്റെ കുടുംബത്തിന് ഏറ്റവും വേഗത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നതും ആ ഒരു കാര്യങ്ങൾ എത്രയും വേഗം സാധിച്ചെടുക്കാൻ സാധിക്കുന്നതും സതീഷ് കൃഷ്ണ സെയിൽ വഴിയായിട്ട്. കാരണം അദ്ദേഹം പൊളിറ്റിക്കലി നല്ല പിടിപാടുള്ള ആളാണ്, മറ്റ് ബന്ധങ്ങളുള്ള ആളാണ്. എല്ലാ തലത്തിലും അദ്ദേഹം അവിടെ ഒരു അൾട്ടിമേറ്റ് ഹീറോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് സുപ്രധാന പങ്കാണ്. പിന്നീട് ഈ രണ്ടാം ഘട്ടം നടക്കുന്ന സാഹചര്യത്തിൽ, കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹം ഇത്തരത്തിൽ കുടുംബത്തെയും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളെയും എല്ലാം തന്നെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതായത് സാധാരണഗതിയിൽ 30 ദിവസം മാത്രമാണ് ദുരന്ത നിവാരണ വകുപ്പിന് ഒരു ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കേണ്ടതുള്ളൂ. അതിനുശേഷം ഇത്തരത്തിൽ അവരുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാവുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം കോർത്തിണക്കുന്നതിൽ ഈ ദൗത്യം ഇത്രയും നീട്ടിക്കൊണ്ടു പോകുമ്പോഴും ഈ സംവിധാനങ്ങളെയെല്ലാം കോർത്തിണക്കിയെടുക്കുന്നതിൽ സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തവും നിർണായകവുമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്.